ഇത് അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ സെറ്റിട്ട സ്ഥലമാണിത്. അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ പോലീസ് സ്റ്റേഷൻ്റെ സെറ്റാണ് ഇത്. എല്ലാവർക്കും പാലക്കാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഷോളയൂരിലുള്ളൊരു വിൻഡ് മിൽസിൻ്റെ ഒരു കാറ്റാടി യന്ത്രം, അതായത് വിൻഡ് മിൽസിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ. അപ്പം അവിടേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈയിടെയായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ജീപ്പാണ് രണ്ട് പുറകെ കാണുന്ന പോലെ ആൾക്കാർ കയറി പോകുന്നത്. അതുപോലെ തന്നെ ഇതേ നമ്മൾ പുറകിൽ കാണുന്ന വിൻഡ് മില്ല് കണ്ടോ, ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാറ്റാടി യന്ത്രങ്ങൾ ആണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നല്ല മനോഹരമായ പ്രകൃതിയിൽ നിൽക്കുന്ന 1, 2, 3, 4, 5, 6, 7, 8 വിൻഡ് മില്ലുകളാണ്. അതിപ്പം കാറ്റാടി യന്ത്രത്തിലൂടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ കാണുന്ന അതിൻ്റെ തൊട്ട് അടിയിൽ വരെ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ തൊട്ടടിയിൽ വരെ പോയിട്ട് നമുക്ക് ആ വ്യൂവും കൂടെ നമുക്കൊന്ന് കാണാം. വ്യത്യസ്തമായ കാഴ്ചകളാണ് ഞാനും നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് അടുത്തുള്ളവർക്കറിയാം, അതുപോലെ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ളവർക്കും അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നല്ല മനോഹരമായ കാഴ്ചയാണ്. സുസ്ലോൺ എന്ന് പറഞ്ഞിട്ട് സുസ്ലോണിൻ്റെ ആണ് ഇവിടുത്തെ ഇത് മുഴുവൻ കാറ്റാടി യന്ത്രങ്ങൾ മുഴുവൻ വെച്ചേക്കുന്നത്. അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കാറ്റാടി യന്ത്രത്തിൻ്റെ അടിയിലേക്ക് പോകാം. എന്നാൽ ഭയങ്കര സൂര്യാസ്തമയമായി. അതിന് മുകളിൽ നിന്നിട്ട് നമുക്ക് സൂര്യാസ്തമയം കാണാൻ വേണ്ടി പറ്റും. ഇതുണ്ടോ, സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ഒരു കിരണങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് പതിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സൈഡിലൊക്കെ ഒരു ഓറഞ്ച് കളറായിട്ടില്ലേ. അപ്പോൾ നമുക്ക് നേരെ വിൻഡ് മില്ലിൻ്റെ അടുത്തേക്ക്. ഇത് നമ്മൾ വിൻഡ് മില്ല് താഴേന്ന് കാണിച്ചു തന്നെ വിൻഡ് മില്ലിൻ്റെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ നരസിംഹമുക്കി പോയിട്ടില്ലേ, നരസിംഹമുക്കി പോയതിൻ്റെ ഏകദേശം ആ വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നിട്ടും കിട്ടുന്നത്. മനോഹരമായ വ്യൂ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന മുഴുവനും അതിൻ്റെ താഴെ കാണുന്നത് മുഴുവൻ ഫുള്ള് വനം, തിക്ക് ഫോറസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ വ്യൂ കണ്ടു കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം പാലക്കാട് അട്ടപ്പാടിയിൽ കറങ്ങാൻ വേണ്ടി വരുന്ന ആൾക്കാരെ കാത്ത് നിരവധി പ്രദേശങ്ങളാണ് ഇരിക്കുന്നത്. ഓരോ വ്ളോഗിലും എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. പാലക്കാടിനെക്കുറിച്ചും അട്ടപ്പാടിയെക്കുറിച്ചും അറിയാവുന്ന ആൾക്കാർക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ മനോഹരമായ വ്യൂ, ഒരു ചെറിയ രീതിയിൽ പോലും നിങ്ങളെ മടുപ്പിക്കത്തില്ല അട്ടപ്പാടി. അതാണ് അട്ടപ്പാടിയുടെ ഭംഗി. അപ്പോൾ നമുക്ക് വിൻഡ് മില്ലിൻ്റെ കുറച്ച് ഇത് കാണിച്ചു തരാം. നല്ല തണുത്ത കാറ്റായി തുടങ്ങി കേട്ടോ. നേരത്തെ നമ്മൾ ഇതിനേക്കാളും നല്ല തണുത്ത കാറ്റാണ് ഇപ്പം വരുന്നത്. ഇത് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെയും നമുക്ക് എടുക്കാം. അപ്പോൾ ഈ സൈഡിലത്തെ വ്യൂ നമുക്കൊന്ന് കാണാം. ഇതുകൊണ്ട് അങ്ങ് ദൂരെ കണ്ടോ കറങ്ങുന്നത്. അതിന് കാറ്റ് വരുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ കറക്കം കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോരോ മലകളിലായിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. ഇതൊരെണ്ണം, അടുത്തത് അതൊരെണ്ണം. അതിൻ്റെ താഴേക്ക് മുഴുവൻ ഫോറസ്റ്റാണ് കേട്ടോ. അത് താഴേക്ക് മുഴുവൻ ഫോറസ്റ്റുകളാണ് വരുന്നത്. പിന്നെ ഇതാണ്ടേ ഇങ്ങോട്ട് വന്നിട്ട് ഈ മലകളിലായിട്ടും വെച്ചിട്ടുണ്ട്. താഴെ നമ്മൾ കണ്ട മുഴുവനും ഇതാണ്. മനോഹരമായ കാഴ്ച. ഇത് കണ്ടതിന് അപ്പുറം നമ്മൾ കറക്റ്റ് ഒരു വിൻഡ് മില്ലിൻ്റെ ചോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ആ വിൻഡ് മില്ലിൻ്റെ ഇതും കൂടെ കാണിച്ചു. ഇതിൻ്റെ ലീഫിനൊക്കെ ഭയങ്കര നീളം കേട്ടോ. ഭയങ്കര നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൂരെ നിന്ന് കണ്ടതിനേക്കാളധികം നീളമാണ് ഇതിൻ്റെ ഇത്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. സൂര്യാസ്തമയം കൂടിയിട്ടുള്ളൊരു വിൻഡ് മില്ലിൻ്റെ വീഡിയോ കാണാം നമുക്ക്. വാ, ഇത് വിൻഡ് മിൽസിൻ്റെ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന സൂര്യാസ്തമയമാണിത്. ഇതുണ്ടോ, സൂര്യാസ്തമയം പോയിട്ട് രക്ഷയില്ല കേട്ടോ. കിടു, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കര കാഴ്ചഭംഗി കേട്ടോ. ഒരിക്കലും മിസ്സാവരുത് ഇവിടെ വന്നു കഴിയുമ്പോൾ. ഇത് ഇതാണ്ടേ ഈ വിൻഡ് മില്ല്, അത് ഇടയ്ക്ക് ഓഫാക്കുകയും ഇടയ്ക്ക് ഓണാക്കുകയും വേണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സമയം ഞാനിപ്പം വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 5:30 മണിയായി. 5:30 മണിക്ക് ഈ വിൻഡ് മില്ലിൻ്റെ ഈ സ്ഥലത്ത് വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സൂര്യാസ്തമയം കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതാണ് ഏറ്റവും ക്ലോസപ്പായിട്ട് നമുക്ക് കിട്ടുന്ന വിൻഡ് മില്ല് ഇതാണ്. അപ്പം നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആകാശത്തിൻ്റെ നല്ല നീല കളറ്. ഇത് അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ സെറ്റിട്ട സ്ഥലമാണിത്. ഇത് ശരിക്കും പ്ലൈവുഡിൽ ആണ് സെറ്റ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇതെല്ലാം അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ പോലീസ് സ്റ്റേഷൻ്റെ സെറ്റാണ് ഇത്. മുഴുവൻ പ്ലൈവുഡിൽ തീർത്തെടുത്താണ്. ഇവിടെ ഭയങ്കര പെർഫെക്ഷനാണ്. ഇതെൻ്റെ പ്ലൈവുഡിൻ്റെ ഇതൊക്കെ പൊളിഞ്ഞിരിപ്പുണ്ട്. താഴെ മുട്ടെല്ലാം കൊടുത്തിട്ടുള്ളതാണ്. അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ്. ഇവിടെയായിരുന്നു പോലീസ് സ്റ്റേഷൻ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ചവിട്ടി നിൽക്കുമ്പോൾ താഴോട്ട് പോകുമെന്നുള്ളൊരു സംശയമുണ്ട് കേട്ടോ. പറയാൻ വേണ്ടി പറ്റത്തില്ല.
ഇതൊക്കെ ഇടിഞ്ഞ് ഇതാണ് ശരിക്കും അയ്യപ്പനും കോശിയിലെ പോലീസ് സ്റ്റേഷൻ്റെ സെറ്റിട്ട സ്ഥലം. ഇത് താഴേക്കുണ്ടോ? ആ മുഴുവൻ ജസ്റ്റ് കമ്പിൽ തന്നെ സപ്പോർട്ട് കൊടുത്തിട്ടാണുള്ളത് മുഴുവൻ. അങ്ങനെ ഒരു അതുകൊണ്ടോ സൂര്യൻ ഇങ്ങനെ ഡയറക്റ്റ് അടിച്ച് കളർ വരെ ചുമപ്പായിപ്പോയി. അപ്പം ഇതിൻ്റെ വിൻഡ് മിൽസിൻ്റെ വ്ളോഗ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. പാലക്കാടിൻ്റെ എപ്പിസോഡിലേക്ക് വിൻഡ് മിൽസിൻ്റെ വ്ളോഗും കൂടി. അപ്പം മറ്റൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.